മാവിലയുടെ വ്യത്യസ്തമായിട്ടുള്ളൊരു ഉപയോഗവുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. മാവില നമുക്കെല്ലാവർക്കും അറിയാം, ഒത്തിരി ഗുണമുള്ള ഒരു ഇലയാണ് മാവില. നമ്മളുടെ പൂർവികരൊക്കെ പല്ല് തേച്ചിരുന്നതും അതുപോലെ തന്നെ വായ് വൃത്തിയാക്കിയിരുന്നതുമൊക്കെ മാവില കൊണ്ടാണ്. മാവില ഇട്ട് തിളപ്പിച്ച വെള്ളം കവിളിൽ കൊള്ളുക, അതുപോലെ തന്നെ മാവില കൊണ്ട് പല്ല് തേക്കുക ഒക്കെ നമ്മളുടെ വായ്ക്ക് വളരെ നല്ല ഒരു ഇലയാണ് മാവില, നമുക്കെല്ലാവർക്കും അറിയാം. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഉപയോഗമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. മാവില കൊണ്ട് നമുക്ക് വളരെ മനോഹരമായ ഒരു ഫ്ലവർ പോട്ട് നമ്മൾക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം. അത് കണ്ടോ, വളരെ ഭംഗിയായിട്ട് മാവില കൊണ്ട് ജസ്റ്റ് പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു ഫ്ലവർ പോട്ടായിട്ടോ അല്ലെങ്കിൽ ഒരു മിനി ബൊക്കെ ആയിട്ടോ ഒക്കെ നമ്മൾക്ക് നിഷ്പ്രയാസം മാവില കൊണ്ട് ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ഞാൻ രണ്ട് മൂന്ന് മാവില എടുത്തിട്ടുണ്ട്. കുറച്ച് വലിയ മാവിലയും അതുപോലെ തന്നെ കുറച്ച് വീതിയുള്ള മാവിലയൊക്കെ ആണെങ്കിൽ വളരെ നല്ലതാണ്. എന്നിരുന്നാലും കുഴപ്പമില്ല, ഞാനിപ്പോൾ സാധാരണ മാവിലയാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് അത് ഇതുപോലെ ഒന്ന് മുറിച്ച് കൊടുക്കാം. അതിൻ്റെ നടുക്കുള്ള ആ വേരിനോട് ചേർന്ന്, അതിൻ്റെ നടുക്ക് ഒരു വലിയ വേരുണ്ടല്ലോ, ആ വേരിനോട് ചേർന്ന് നമ്മൾക്ക് ഇതുപോലെ രണ്ട് ഭാഗവും ഒന്ന് മുറിച്ച് കൊടുക്കാം. പകുതി ഭാഗവും കുറച്ചും കൂടി, മുക്കാൽ ഭാഗം വേണ്ട, പകുതിയും കുറച്ചും കൂടി നമുക്കിതുപോലെ രണ്ട് ഭാഗവും രണ്ട് സൈഡിലും ഇതുപോലെ ഒന്ന് മുറിച്ചിടാം. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് സാധിക്കും. കണ്ടോ, ഇതുപോലെ ഒന്ന് മടക്കിയെടുത്ത് ആ ഭാഗം ഇതുപോലെ മടക്കി വെച്ച് അതിൻ്റെ ആ ഉള്ളിലുള്ള ആ വിടവിലേക്ക് അതിൻ്റെ ആ തുമ്പ് കയറ്റുക. തുമ്പ് കയറ്റി കഴിഞ്ഞാൽ കണ്ടോ, ഇതുപോലെ തുമ്പ് കയറ്റിയിട്ട് ജസ്റ്റ് ഒന്ന് വലിക്കുക. കണ്ടോ, അപ്പോൾ ആ ഭാഗം ക്ലിയറായി. ഇനി അടുത്ത ആ ഭാഗം കൂടി എടുത്ത് അതിൻ്റെ മേലെ കൂടി ഇതുപോലെ കൊണ്ടുവന്ന് അത് മറിച്ച് ഇതുപോലെ പിടിച്ച് അതിൻ്റെ ആ ഗ്യാപ്പിൽ കൂടി, ഈ ഉള്ള ഗ്യാപ്പിൽ കൂടി അതിൻ്റെ അടുത്ത തുമ്പും ഇതുപോലെ കയറ്റുക. അപ്പോൾ രണ്ട് തുമ്പും ഉള്ളിൽ വന്ന് ഇങ്ങനെ വലിച്ചെടുക്കുക. ഇപ്പോൾ നമ്മളുടെ ആ മാവില കൊണ്ടുള്ള ഫ്ലവർ പോട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്ത് ഏത് പൂവ് വേണമെങ്കിലും വെച്ച് നമ്മൾക്ക് അലങ്കരിച്ചെടുക്കാം. കണ്ടോ, ഇനി ഒരു ഓയാസിലൊന്ന് കുത്തി വയ്ക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ നമ്മൾക്ക് എവിടെയാണോ വെക്കേണ്ടത് അവിടെ വയ്ക്കുകയാണെങ്കിൽ വളരെ ഭംഗിയല്ലേ. കണ്ടോ, ഇതുപോലെ ഓയാസിൽ കുത്തി വയ്ക്കാം. അല്ലെങ്കിൽ നമുക്ക് ഒരു മിനി ഇതുപോലെ ഒന്ന് രണ്ടെണ്ണം ഉണ്ടാക്കി ഒരു മിനി ബൊക്കെ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. അപ്പം ഇലയുമായി പൂവുമായി വളരെ ഭംഗിയല്ലേ, വളരെ കൗതുകമായിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചത്. ഒന്നും കൂടി ഞാൻ കാണിച്ചു തരാം.
ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക്? ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളിതുപോലെ ഉണ്ടാക്കി നോക്കുക. വളരെ എളുപ്പമല്ലേ?